ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ ചൊല്ലട്ട് മാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, ഇന്ന് നമ്മളൊരു ഹൊറർ മൂവിയാണ് കാണാൻ പോകുന്നത്. ദ പൊസിഷൻ ഓഫ് ഹന ഗ്രേസ്. എപ്പോഴും പോലെ ഇപ്പോഴും ഒരു പ്രേതം. അത് പല വഴിയിലൂടെ നമ്മളെ ഭയപ്പെടുത്തും, കൊന്നു തിന്നുന്നു. അതിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ പാടുപെടുന്ന നമ്മുടെ നായിക, മോർച്ചറിയിൽ ജോലി ചെയ്യുന്ന ഒരു യുവതിക്കുണ്ടായ ദുരനുഭവം, അങ്ങനെ വേണമെങ്കിൽ തലക്കെട്ട് കൊടുത്തിട്ട് നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ ഈ സിനിമയുടെ ഒരു പതിപ്പിറക്കാം. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ അതാ അവിടെ ഒരു പെൺകുട്ടിയെ കയ്യും കാലും കെട്ടിവെച്ച് കിടത്തിയിരിക്കുന്നു. ഒരു പള്ളിയിലച്ഛൻ വചനങ്ങൾ ഉരുവിടുന്നുണ്ട്. കൂടെ തന്നെ ആ കൊച്ചിന്റെ അപ്പനും മറ്റൊരു കൊച്ചച്ഛനുമുണ്ട്. മൂത്തച്ഛൻ അന്ന കണ്ണു തുറക്കൂ എന്ന് പറയുമ്പോൾ കണ്ണു തുറന്ന പെൺകുട്ടി ഒറ്റ ചവിട്ടിന് കത്തനാര ദൂരേക്ക് തള്ളിയിടും. എന്നിട്ട് എട്ടുകാലിയെ പോലെ വളഞ്ഞും തിരിഞ്ഞ് ഇളിച്ചു കാണിക്കാം. ഉടനെ കൊച്ചച്ഛൻ ആ പെൺകുട്ടിയുടെ മുകളിലേക്ക് അന്നാമ്പള്ളം തെളിക്കും. അവള് കിടന്ന് നിലവിളിക്കുന്നു, പൊളയുന്നു. എന്നാലും അടങ്ങുന്ന മട്ടില്ല. അപ്പൊ ഈ കൊച്ചിന്റെ ശരിക്കുള്ള അച്ഛൻ, ആ അച്ഛൻ വന്നിട്ട്, മോളെ അന്ന, അച്ഛൻ പറയുന്ന കേക്ക് അന്ന, നീ അകത്തുണ്ടെന്ന് അച്ഛൻ അറിയാം. ഫൈറ്റ്, യു ഹാവ് ടു ഫൈറ്റ്. നീ ഇതിനെ തോൽപ്പിക്കണം, നിന്നെ കൊണ്ടേ കഴിയൂ. എന്റെ മോള് പുറത്തു വാ, എന്റെ മോള് വാ, അച്ഛനാ പറയുന്നു. ഇത് കേട്ട പെൺകുട്ടി, അച്ഛന്റെ ശബ്ദം മനസ്സിലാക്കിയ പെൺകുട്ടി, ഡാഡി എന്താണ് സംഭവിക്കുന്നത്? ഒരു സെക്കൻഡ് നമ്മളും വിചാരിച്ചു അവൾക്ക് ബോധം വന്നോന്ന്. എന്നാൽ അത് പ്രേതായിരുന്നു. ആ സാധനം വീണ്ടും ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് അഹങ്കാരത്തോടെ എഴുന്നേറ്റ് വല്യച്ഛനെ തുറിച്ചു നോക്കിക്കൊണ്ട് അച്ഛന്റെ 2 കൈകളും 2 ഭാഗത്തേക്ക് വിരിപ്പിക്കും. എന്നിട്ട് വായുവിൽ അച്ഛനെ പൊക്കി നിർത്താണ്. എയർ പെട്ടെന്നത് തൊള്ളർന്ന് ഒരുപാട് ഒച്ചയിടുമ്പോൾ ഈ അച്ഛൻ തെറിച്ചു പോയി ഭിത്തിയിലുള്ള ഒരു രൂപത്തിൽ തലതെറിച്ച് മരണപ്പെടും. അടുത്തത് കൊച്ചച്ഛൻ. ആ അച്ഛന്റെ കഴുത്തും പിടിച്ച് അമാനുഷ്യ ശക്തി കൊണ്ട് അത് ആ അച്ഛനെയും കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊന്നുകൊണ്ടിരുന്നാലോ. അതിനിടയ്ക്ക് അപ്രേതം പറയുന്നുണ്ട്, നിന്റെ മകളെ ഞാൻ വിട്ടുതരില്ലടാ, ഷീസ് മൈൻ ഫോർ എവർ. എന്നേക്കും അവൾ എന്റേതാകുന്നു. ഞാൻ കൊണ്ടുപോയി നോക്കാം അവളെ, ഞാൻ പോറ്റിക്കോളാം. പക്ഷെ അച്ഛൻ ഇത് അവസാനിപ്പിക്കണം. ഇനി അവൾ ഓരോരുത്തരായിട്ട് കൊന്നുകൂടാം. അച്ഛൻ തലയെണ്ണയെടുത്ത് മോളുടെ മുഖത്തമർത്തി, എന്നോട് ക്ഷമിക്കും മോളെ എന്ന് പറഞ്ഞു സ്വന്തം മോളെ കൊന്നുകളയാം. അവൾക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല. അച്ഛൻ കരഞ്ഞുകൊണ്ട് അവളുടെ കണ്ണുകൾ അടയ്ക്കും. എന്നോട് മാപ്പാക്കൂ. മരണപ്പെട്ടു പോയി എന്ന് വിചാരിച്ചാൽ ഇല്ല, ഒരു ഈച്ച വന്ന് അവളെ തോണ്ടുന്നുണ്ട്. ആ പെണ്ണിൽ അനക്കം, ഒരു ചലനമുണ്ടാകുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്ത 3 മാസങ്ങൾ കഴിഞ്ഞു. നമ്മുടെ കഥയിലെ നായിക മേഘൻ കുറച്ച് ഏഷ്യൻ മിക്സ് ആയ പെൺകുട്ടിയാന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ചേച്ചി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. കഥ ആരംഭിച്ചിട്ടില്ല. കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ശരി. കുളി കഴിഞ്ഞ് വസ്ത്രം മാറ്റി അവൾ ഇറങ്ങുമ്പോഴാണ് അവളുടെ പഴയ ഫോട്ടോ കാണിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാം അവളൊരു പോലീസുകാരി ആയിരുന്നു. കൂടെ ഒരു കൂട്ടുകാരനുമുണ്ട്. നേരെ നമ്മുടെ പെൺകുട്ടി പോകുന്നത് ഒരു വലിയ ആശുപത്രിയിലേക്കാണ്. അവിടെ അവളുടെ ഒരു കൂട്ടുകാരി ഉണ്ടാവും. പേടിക്കണ്ട, നിനക്ക് എന്തായാലും ഈ ജോലി കിട്ടും, വരൂ, ഞാൻ ഡീനിനെ മീറ്റ് ചെയ്യിക്കാന്ന് പറഞ്ഞ് ആ കൂട്ടുകാരി വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ഡീനിനെ അവള് കാണും. പുള്ളിക്കാരൻ അധികം മുഖവരെയൊന്നും പറയുന്നില്ല. നേരെ വരും, ഞാൻ നിങ്ങളുടെ ജോലി എന്താണെന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നു. ഈ ജോലി ചെയ്യുന്ന ആൾക്കാര് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചില പല മാനസിക പ്രശ്നങ്ങൾ നേരിടാറുണ്ട്, ഭയപ്പെടാറുണ്ട് എന്നാ ഡീൻ പറയും. അത് കേൾക്കുമ്പോൾ നമ്മുടെ പെണ്ണ്, സർ ഞാനൊരു പോലീസുകാരിയായിരുന്നു, മരണത്തെ നേരിട്ട് കണ്ടവളാണ്, മരിച്ചാൽ മരിച്ചു, ചത്തു പിന്നെ അത് ശവം, എൻഡ് ഓഫ് സ്റ്റോറി. അതാണ് എന്റെ നിലപാട്, അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ വിളിച്ചുകൊണ്ട് പോകുന്നു. ബോഡി സൂക്ഷിക്കുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടുത്തെ ലൈറ്റ്സ് എല്ലാം സെൻസറാണെന്ന് പറയുന്നു. ആളുടെ പ്രസൻസ് ഉണ്ടെങ്കിലേ അതെല്ലാം ഓൺ ആവുള്ളൂ, പിന്നെ തന്നെ ഓഫായി പോകും. കറണ്ട് ലാഭിക്കാം. പിന്നെ അവിടെ തന്നെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ ബോഡികൾ ചുട്ടിരിക്കാനുള്ള ക്രിമേഷൻ റൂമും ഉണ്ട്. ബോഡികൾ കൊണ്ട് എത്തിക്കുന്നത് ഏറ്റവും താഴത്തെ പാർക്കിംഗ് സ്പേസിൽ നിന്നുമാണ്. അവിടുന്ന് ബോഡി വാങ്ങിച്ചിട്ട് മുകളിലേക്ക് കൊണ്ടുപോകണം. ഇങ്ങനെ കൊണ്ടുവന്ന ബോഡീനെ ആദ്യമേ തന്നെ അതിന്റെ ഓരോ പാർട്ടും ഓരോ ഭാഗങ്ങളും ഫോട്ടോ എടുത്ത് വെക്കണം. ഇഞ്ചുറി ഉണ്ടായ ഭാഗത്തൊക്കെ മെയിനായിട്ട് ഫോട്ടോ എടുത്ത് വെക്കണം. അത് കഴിഞ്ഞ് വിരലടയാളം അതും രേഖപ്പെടുത്തണം. ഇതാണ് ആദ്യമേ ചെയ്യേണ്ട കാര്യപരിപാടികൾ. അത് കഴിഞ്ഞ് ബോഡി ഫ്രീസറിനകത്ത് സൂക്ഷിക്കും. പിന്നീട് അതിനോട് ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നതിനനുസരിച്ചിട്ടായിരിക്കും ആ ബോഡി എന്താ ചെയ്യേണ്ടതെന്ന് ഇവർ തീരുമാനിക്കുക. ആദ്യത്തെ ഫോർമാലിറ്റീസ് ഒക്കെ ഇങ്ങനെയാണ്. വെൽക്കം ടു ദ ടീം, താങ്ക് യു സാർ എന്നും പറഞ്ഞ് അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ജോഗിങ്ങും പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് അവൾ ഡ്യൂട്ടിക്ക് പ്രസന്റ് ആവുന്നു. നൈറ്റ് ഡ്യൂട്ടിയാണ് ചേച്ചിക്ക്. ആദ്യമേ സെക്യൂരിറ്റികൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടാണ് അവൾ അകത്തേക്ക് പോകുന്നത്. 2 സെക്യൂരിറ്റികളാണുള്ളത്. നിറം പറഞ്ഞാൽ പ്രക്ഷോഭം ഉണ്ടാവും, അതുകൊണ്ട് മുടിയെ വെച്ച് പറയാം. കറുത്ത മുടിക്കാരനും വെള്ളമുടിക്കാരനും. അതിൽ ഈ വെള്ളമുടിയന്റെ പേര് ഡേവ് എന്നാണ്. ഡേവിനൊരു ഹായ് പറഞ്ഞ് ഇവൾ അകത്തേക്ക് പോകുന്നു. പോയ അടുത്ത സെക്കൻഡ് തന്നെ അലാം അടിക്കുന്നുണ്ട്. ഇൻടേക്ക് പേ, അതായത് ബോഡി വന്നു എന്നാണ് അർത്ഥം. ഇവള് നേരെ താഴത്തേക്ക് പാർക്കിംഗ് സ്പേസിലേക്ക് ചെല്ലും. 2 പോലീസുകാർ ബോഡി കൊണ്ടുവരുന്നുണ്ട്. ആ ബോഡി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവള് ഫോട്ടോ എടുക്കും. ആദ്യമേ തന്നെ ഒരു മുത്തപ്പന്റെ ബോഡിയാണത്, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ബോഡികൾ കാണുമ്പോൾ ഒരു ഭയം ഉണ്ടാവില്ലേ? ആരോ പറയുകയുണ്ടായി പേടി മാറാൻ വേണ്ടി ഡെഡ് ബോഡികൾ തൊട്ടു നോക്കുമെന്ന്. അങ്ങനെ ഫോട്ടോ എടുപ്പും കൈയടയാളമൊക്കെ കഴിഞ്ഞിട്ട് ബോഡി ഫ്രീസറിൽ കയറ്റുന്നു. പെട്ടെന്നാണ് ഒളിച്ചിരുന്ന മുടിയപ്പൻ എഴുന്നേറ്റ് വന്ന് പറ്റിച്ചേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. ഇവള് നല്ല തെറിയാണ് പറയാം ആദ്യം. ഇങ്ങനെ പേടിപ്പിക്കുന്നതിൽ അത്ര രസമൊന്നുമില്ല. മേലിമാരി പരിപാടി കാണിച്ചു
കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറുന്നു പറഞ്ഞിട്ട് അവൾ അവന് ചീത്തയും പറയുന്നു. തേണ്ടി. അത് കഴിഞ്ഞ് അവള് ബാത്റൂമിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയെ കോറിഡോറിൽ ഒരു രൂപം നിൽക്കുന്ന കാണും. പേടിച്ച പെണ്ണ് താനാരാടോ, താൻ ഇവിടെ എന്താ ചെയ്യണേന്ന് ചോദിക്കും. ഒരു സെക്കൻഡ് അവളുടെ ലൈഫിൽ ഇതിനു മുന്നേ നടന്ന സംഭവങ്ങൾ പെട്ടെന്ന് മിന്നി മറയുന്നുണ്ട്. അടുത്ത സെക്കൻഡ് ആ രൂപം കാണുന്നില്ല. പെണ്ണ് പേടിച്ചു പോകും. ഓടി വന്നിട്ട് കുറച്ച് ടാബ്ലറ്റുകൾ എടുത്ത് കഴിക്കാൻ നോക്കുന്നുണ്ട്. ആൻസൈറ്റിക്കുള്ള ടാബ്ലറ്റാന്ന് തോന്നണു. എന്തായാലും സെഡേഷനാണ്. എന്നാൽ അത് അവൾ കഴിക്കുന്നില്ല. എടുത്ത് മാറ്റിവെക്കുക. ആ സമയത്ത് പഴയ 1-2 സീൻ കാണിക്കുന്നുണ്ട്. നടന്ന സംഭവത്തിന്റെ പേടി സ്വപ്നം ഇപ്പോഴും എനിക്ക് ഇടയ്ക്കിടെ ഉണ്ടാവുന്നുണ്ടെന്ന് ഇവളൊരു ഗ്രൂപ്പിനോട് പറയുന്നുണ്ട്. സംഭവം ഒരു കള്ളനെ പിടിക്കാൻ പോയ സമയത്ത് ഇവൾ അവനെ ഷൂട്ട് ചെയ്തില്ല. അവൻ ആയുധപാണിയായിരുന്നു. അവന്റെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നു. അതറിഞ്ഞ പോലീസുകാരൻ അല്ലെങ്കിൽ കാരി അത് ഉപയോഗിക്കും എന്നറിഞ്ഞാൽ ഉടനെ ഷൂട്ട് ചെയ്തിരിക്കണം. എന്നാൽ ഇവള് ഷൂട്ട് ചെയ്യാതെ വെയിറ്റ് ചെയ്തപ്പോഴേക്കും ആ കള്ളന്റെ വെടിയേറ്റ് ഇവളുടെ ഉറ്റ സുഹൃത്ത് മരണപ്പെടുകയുണ്ടായി. അതിന്റെ ഒരു സങ്കടവും വിഷമവും അവൾക്കുണ്ട്. പറ്റിയ പിഴവ് കാരണമായിട്ട് അവളുടെ ജോലിയും പോയി എന്നാ തോന്നണം. ഇത് ഇവളൊരു ഗ്രൂപ്പിനോട് പറയുന്നുണ്ട്. ഇങ്ങനെ സങ്കടവും വിഷമവും ദുരവസ്ഥയൊക്കെ ഉണ്ടായ ആൾക്കാർ കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ അവർക്കൊരു സമാധാനം ഉണ്ടാവും. പിറ്റേന്ന് ഹീറോയിന്റെ വീട്ടിലേക്ക് ഒരു പോലീസുകാരൻ വരുന്നു. അവന്റെ ചില തിങ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് പോകാനാണ് ഞാൻ വന്നിരിക്കണേന്ന് പറയും. അപ്പോഴാണ് മനസ്സിലാവുക ഇവര് കാമുകന്മാരായിരുന്നു. ചില തെറ്റിദ്ധാരണകൾ മൂലം രണ്ടുപേരും ഇപ്പൊ പിരിഞ്ഞാണ് കഴിയുന്നത്. നീ എനിക്കൊരു അവസരം പോലും തന്നില്ല എന്നവൻ പറയുന്നുണ്ട്. ഞാൻ അവസരം തരാത്തതല്ല, നീ അത് ഉപയോഗിക്കാത്തതാണെന്ന് അവള് പറയും. ഇവൻ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അവന്റെ സാധനങ്ങൾ എടുത്തിട്ട് ഇറങ്ങിപ്പോകുന്നു. അന്ന് വൈകിട്ട് ഡ്യൂട്ടി സമയത്ത് മോർച്ചറിയിൽ ഡെഡ് ബോഡി വന്നിട്ടില്ലെങ്കിൽ പണിയൊന്നും ഉണ്ടാവില്ല. ചുമ്മാ ചൊറിയും കുത്തിയിരിക്കുകയല്ലേ. അതുകൊണ്ട് ഇവളൊരു പന്തുണ്ടാക്കി അതിങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇൻടേക്ക് ബേ അലാമടിയെന്ന് സംഭവം ഒരു ബോഡി വന്നിട്ടുണ്ട്. ഇവള് പാർക്കിങ്ങിലേക്ക് വരും. എന്നാൽ അവിടെ ബോഡിയില്ല. ആരെയും കാണാനുമില്ല. പിന്നെ ആരായിരിക്കും സ്വിച്ച് അമർത്തിയിട്ടുണ്ടാവുക? പെട്ടെന്നൊരു രൂപം അവളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ഒരു വയസ്സായ മനുഷ്യൻ. ഞാൻ എന്റെ കീ കളഞ്ഞു പോയി, താൻ ഈ ഡോറൊന്ന് തുറന്നു തരോ, എനിക്ക് അകത്തേക്ക് കിടക്കണം. അത് കേട്ട് ഹീറോയിൻ പറയും, താൻ ആരാണ്? തന്റെ ഐഡി കാണിക്കുക. താൻ ഇവിടെ ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇറങ്ങിപ്പോകൂ. അയാൾ ഇറങ്ങിപ്പോകാൻ കൂട്ടാക്കുന്നില്ല. ഞാൻ പോവില്ല, ഡോറ് തുറക്കടി പെണ്ണെ, ഇല്ലെങ്കിൽ ഞാൻ ഇടിച്ചു പൊളിച്ച് അകത്തേക്ക് കയറും. തുറക്കടി എന്ന് പറഞ്ഞു അയാൾ കതവി മുട്ടുകയാണ്. ഞാനിപ്പോൾ സെക്യൂരിറ്റിനെ വിളിക്കാൻ പോവാണെന്നും പറഞ്ഞ് ഇവള് ലിഫ്റ്റിനകത്തേക്ക് കയറും. എന്നിട്ട് നേരെ തന്റെ ക്യാബിനിൽ വന്നിട്ട് സെക്യൂരിറ്റിയെ വിളിച്ച് പറയും, ഒരു ഹോംലെസ് കൈ പാർക്കിങ്ങിൽ വന്ന് നിപ്പുണ്ട്, അയാൾ ഡോറിൽ മുട്ടി ശല്യം ചെയ്യും, പെട്ടെന്ന് പോയെന്ന് നോക്കൂ. നോക്കാലോ, കുഴപ്പമൊന്നുമില്ല, താൻ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സെക്യൂരിറ്റി അങ്ങോട്ട് പോകുന്നുണ്ട്. വീണ്ടും ഇൻടേക്ക് ബേ അലാമടിക്കുന്നു. ഇവക്ക് CCTVയിലൂടെ കാണാം ഒരു ബോഡി വന്നിട്ടുണ്ട്. സോ ഇവള് നേരെ ചെല്ലുമ്പോൾ ഒരാൾ ബോഡി എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. സാധാരണ 2 പേരാണ് വരിക, ഇപ്പൊ ഒരാളെ വന്നിട്ടുള്ളൂ. ചേച്ചി ഒന്ന് വന്ന് സഹായിക്കുകയോ, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ബോഡി പൊക്കാൻ പറ്റുന്നില്ല എന്ന് അയാൾ പറയും. അപ്പൊ ഇവൾക്ക് പ്രോട്ടോകോൾ ഉണ്ട്, അകത്ത് തന്നെ നിൽക്കണം, പുറത്തിറങ്ങാൻ പാടില്ല. ഇല്ല, എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല, റൂൾസ് വയലേറ്റ് ചെയ്യുന്ന രീതിയാണ്, നിങ്ങളുടെ കൂടെ ആരുമില്ലേ, എങ്ങനെയെങ്കിലും അത് അകത്തേക്ക് കടത്തുമെന്ന് പറയുമ്പോൾ അയാൾ പറയും, റൂൾസ് നോക്കിയ കാര്യം നടക്കില്ല, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അത് പൊക്കിയെടുക്കാൻ പറ്റില്ല. ആ ബോഡി ഇവിടെ കിടന്ന് വീർത്ത് പൊട്ടിത്തെറിച്ച നമ്മുടെ 2 പേരുടെയും ജോലി പോകും, അതിലും ഭേദമല്ലേ, ഒന്ന് സഹായിക്കും. ശരിയെന്ന് പറഞ്ഞ് ഇവള് പുറത്തിറങ്ങിപ്പോയി ആ ബോഡി എടുത്തുകൊണ്ട് വരാൻ അയാളെ സഹായിക്കുന്നു. എന്ത് പറ്റിയതാണ്, എങ്ങനെയാണ് ഇയാൾ മരണപ്പെട്ടത് എന്ന് അവൾ ചോദിക്കും. അപ്പൊ പോലീസുകാരൻ പറയും, ശരിക്കും എന്താണ് സംഭവം എന്നറിയില്ല, പോലീസുകാർക്ക് ഒരു ഇടവഴിന്ന് വെച്ച് കിട്ടിയ ബോഡിയാണത്, ഒരു പെൺകുട്ടിയുടെ ബോഡിയാണ്. ഏതൊരു വയസ്സൻ ഇവളുടെ ബോഡി വെട്ടി മുറിക്കുന്നുണ്ടായിരുന്നു. ഇവര് ചെല്ലുമ്പോഴേക്കും പേടിച്ച ആള് ബോഡി അവിടെ ഇട്ടിട്ട് ഓടിപ്പോയി. ഇതുവരെ ആളെ കണ്ടുകിട്ടിയിട്ടില്ല. എന്തായാലും ബോഡിയിൽ ചില ഐഡിയകളൊക്കെ ഉണ്ട്, അത് വെച്ച് നിങ്ങൾ ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ ബോഡിയും കൊടുത്തിട്ട് പോകും. ആ ബോഡിയിൽ നിന്ന് കിട്ടിയ ID പ്രകാരം പെൺകുട്ടിയുടെ പേര് ഹന ഗ്രേസ് എന്നാണ്. അവളുടെ ബോഡിയിലെ പല ഭാഗങ്ങളും വെട്ടിക്കീറി മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് കത്തിച്ച് ചാമ്പലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏത് ഭ്രാന്തനാണോ ഇത്രയും മൃഗീയമായിട്ട് ചെയ്തിട്ടുണ്ടാവുക? ചിലപ്പോൾ പീഡിപ്പിച്ചിട്ട് ആരും അറിയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വെട്ടിക്കൂട്ടിയതായിരിക്കാം. ശരി, എന്തേലും ആവട്ടെ, എന്റെ ജോലി കഴിഞ്ഞു, ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോക്കും. അത് കഴിഞ്ഞ് നമ്മുടെ പെണ്ണ് ഈ ബോഡി കടത്തി അതിനെ ഫോട്ടോ എടുക്കാൻ നോക്കും. ഒരു വലിയ മെഷീൻ കൊണ്ടാണ് ഫോട്ടോ എടുക്കുക. പക്ഷെ ഇമേജ് ലോഡ് ആവണില്ല. ആ മെഷീനിൽ ഇമേജ് ലോഡ് ആവുന്നില്ല. വീണ്ടും ഇവളെടുക്കും, ലോഡ് ആവുന്നില്ല. എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടി താഴേക്ക് തിരിച്ചു വെച്ച് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ചൂടടിച്ച് ഇവളുടെ കൈ പൊള്ളുന്നു. ഇത് എന്ത് പണ്ടാരാണോ എന്ന് പറഞ്ഞിട്ട് അവള് ഫോട്ടോ എടുക്കാതെ നേരെ ഫിംഗർ പ്രിന്റ് കളക്ട് ചെയ്യാം. ആ കളക്ട് ചെയ്ത ഫിംഗർ പ്രിന്റ് കമ്പ്യൂട്ടറിൽ കയറ്റാൻ നോക്കും, അത് നടക്കുന്നില്ല. ശരി, എന്തായാലും വെയിറ്റ് ചെയ്യാം. ഡീൻ വന്നതിന് ശേഷം കാലത്ത് അവരെ വിവരം അറിയിക്കാന്ന് പറഞ്ഞിട്ട് ഇവളെ ബോഡി ഫ്രീസറിനകത്തേക്ക് കയറ്റുന്നു. ഈ കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രീസറിനകത്തേക്ക് കയറ്റുമ്പോൾ അകലെയുള്ളൊരു ടേബിള് കിടന്ന് വിറയ്ക്കുന്നുണ്ട്. ഇവള് കാര്യാക്കാതെ വീണ്ടും അത് അകത്തേക്ക് തള്ളും. വീണ്ടും ആ ടേബിൾ കിടന്ന് വിറയ്ക്കുന്നു. വീണ്ടും അകത്തേക്ക് തള്ളും. ഈ ടേബിളിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പുടകോന്നും പറഞ്ഞ് താഴെ വീണു പൊട്ടിച്ചെതറും. ഇവളപ്പോൾ ബോഡി മൊത്തം അകത്തേക്ക് കയറ്റി വെക്കാതെ ഈ സാധനങ്ങളൊക്കെ പെറുക്കിക്കൂട്ടി തിരിച്ചെടുത്ത് വെക്കാൻ നോക്കുകയാണ്. അതിനിടയിൽ ഒരു ഗ്ലാസിന്റെ പീസും ഉണ്ട്. ഇവളുടെ കൈ മുറിയുന്നുണ്ട്. ഇതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം പെണ്ണ് ഈ ബോഡിയും തള്ളി ഫ്രീസറിനകത്തേക്ക് കയറ്റുകയാണ്. ഇവളുടെ ഒരു തുള്ളി രക്തം ആ ബോഡിയുടെ മുകളിലേക്ക് വീഴുന്നുണ്ട്. അത് കഴിഞ്ഞ് മുറിഞ്ഞ ഭാഗം ഇവള് തുണിയിട്ട് കെട്ടുന്ന സമയത്താണ് പുറകിലൂടെ പതിയെ ഈ ഫ്രീസറിന്റെ ഡോറ് തുറക്കുന്നു. ഇതെങ്ങനെയാണ് അപ്പം തുറന്ന് എന്താ പറ്റിയെന്നറിയാൻ വേണ്ടി അവള് ചെന്ന് ഫ്രീസറിനകത്തേക്ക് നോക്കും. പ്രശ്നമൊന്നും കാണുന്നില്ല.
വീണ്ടും അത് ലോക്ക് ചെയ്തിട്ട് ഈ പെണ്ണിന്റെ ഡീറ്റെയിൽസ് എടുത്തോണ്ട് വന്ന് ഇവളെ കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കുക ചെക്ക് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. ഇവളുടെ കാമുകനില്ലേ, കാമുകന്റെ ID വെച്ച് പാസ്വേഡും വെച്ചിട്ട് ഇവൾക്കതറിയാം. അത് വെച്ച് ഈ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് പോലീസ് വെബ്സൈറ്റിൽ നിന്ന് ഇവൾ കളക്ട് ചെയ്യും. ഒരേ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമാണ് കിട്ടുക. ആ ഡ്രൈവിംഗ് ലൈസൻസിൽ ഈ പെൺകുട്ടിയുടെ മുഖചിത്രമുണ്ട്. എന്നാൽ അവളുടെ കണ്ണിന്റെ നിറത്തിൽ എന്തോ ഒരു മാറ്റം. സംശയം തോന്നിയ നമ്മുടെ പെണ്ണ് വീണ്ടും മോർഗിൽ വന്ന് ആ പെൺകുട്ടിയുടെ ബോഡി പുറത്തേക്കെടുത്ത് അവളുടെ കണ്ണുകളിലേക്ക് നോക്കും. ഡോക്യുമെന്റിൽ ബ്രൗൺ ആണ്, പക്ഷെ ബോഡിയിലെ കളർ നീലേ. ഇതെങ്ങനെ മാറിപ്പോയി? ഒരു സെക്കൻഡ് അവൾ സംശയപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഒരു ഈച്ച പറന്നു വന്ന് ബോഡിയിലിരിക്കുന്നു. അതെങ്ങനെ വന്നു? ഇവൾ ആ ഈച്ചയെ തല്ലി ഓടിക്കുമ്പോൾ ഷീറ്റിനകത്തുനിന്ന് വീണ്ടും ശബ്ദം കേൾക്കാം. ഇവൾ ആ പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റി നോക്കവേ ബോഡി നിറച്ചും ഈച്ചകൾ പൊതിഞ്ഞു കൂടിയ ആ ഈച്ചയെല്ലാം പുറത്തേക്ക് ചീറിപ്പാഞ്ഞു വരും. പേടിച്ചവള് 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് തിരിയുമ്പോൾ ഈച്ചനെ ഒന്നും കാണുന്നില്ല. എനിക്കെന്തോ മാനസിക പ്രശ്നമുണ്ട്. എൻ്റെ മൈൻഡ് ഞാൻ ലൂസ് ചെയ്യുന്നു. തലയൊക്കെ പെരുക്കാണല്ലോ പണ്ടാരം. ശരിയാവില്ല, കൺട്രോളിലേക്ക് കൊണ്ടുവരണം. നൈറ്റ് മെയേഴ്സാന്ന് പറഞ്ഞിട്ട് ഇവൾ ആ ബോഡി വീണ്ടും അകത്തേക്ക് തള്ളി വെച്ച് തൻ്റെ കുഴപ്പമാണ് എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോകും. ഈ സെൻസർ ലൈറ്റുകളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവുന്നുണ്ട്. കയ്യും കാലും ആട്ടി കാണിച്ചാലേ ഓണാവുള്ളൂ. ഇവളെന്നിട്ട് തൻ്റെ ക്യാബിനിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് മോർഗിലെ ലൈറ്റ് തനിയെ ഓണാവുക. അവിടെ അനക്കുണ്ടെങ്കിലല്ലേ ഓണാവുള്ളൂ. ഇതെന്ത് പറ്റി? അവിടെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇവള് കോറിഡോറിലേക്ക് വരും. അവിടെയും ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ഡേവ് നീ അവിടെ ഉണ്ടോ? ഒരനക്കൂല്ല. ഇവള് മോർഗിനകത്ത് കയറി നോക്കുമ്പോണ്ട് ആ ബോഡി കാണാനില്ല. ആ പെൺകുട്ടിയുടെ ബോഡി കാണാനില്ല. പുറത്ത് കോറിഡോറിൽ ആരോ അതിനെ വലിച്ചോണ്ട് പോകുന്നുണ്ട്. പേടിച്ചിട്ടാണെങ്കിലും ഇവള് പുറകെ ചെല്ലും. ഒരു മൂലയ്ക്ക് എത്തുമ്പോ നേരത്തെ കണ്ട ആ തന്ത അയാൾ ഇവളെ കയറി പിടിച്ച് കഴുത്തി കത്തി വെച്ചിട്ട് ഒച്ച വെച്ച് കഴിഞ്ഞാൽ നിന്റെ തൊണ്ട ഞാൻ കീറിക്കളയും, അനങ്ങാതിരുന്നോ, എനിക്ക് ചില ജോലിയുണ്ട് എന്ന് പറഞ്ഞ അയാള് ഇവളെ കീഴ്പ്പെടുത്താൻ നോക്കുമ്പോ നമ്മുടെ പെണ്ണാണെങ്കിൽ പഴയ പോലീസുകാരിയല്ലേ, അവൾ അടിക്കാരിയാണെന്ന് ഈ അപ്പൂപ്പൻ അറിയില്ല. തിരിഞ്ഞ് 2 ചവിട്ടും കുത്തുവാണ്. അപ്പം മറഞ്ഞു വീണ ഒരൊറ്റ ഓട്ടം പാവം പേടിച്ചിട്ട്. ഇവളുടെ കയ്യിലേക്ക് ആ കത്തിയും കിട്ടി, ബോഡിയും കിട്ടി. ഇവള് തിരിച്ചോടി വന്ന് പോലീസിനെ വിളിക്കി. ഇവിടെ മോർഗിനകത്ത് ഒരാൾ പ്രവേശിച്ചിട്ടുണ്ട്, അയാളെ ബോഡി കട്ടെടുക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയും. എന്നിട്ട് വീണ്ടും അയാൾ അന്വേഷിച്ചിട്ട് ഇവളെ പോകുന്നുണ്ട്. പോയി നോക്കുമ്പോൾ ആ തന്തപ്പൻ വീണ്ടും ആ ബോഡി വലിച്ചെടുത്തുകൊണ്ട് കറണ്ട് മെഷീനിൽ കൊണ്ടുപോയി കത്തിക്കാൻ നിൽക്കുകയാണ്. ഇവള് കത്തി കാണിച്ച് ആ ബോഡി താഴെ വെക്കി. താൻ എങ്ങനെയാണോ അകത്ത് കയറി വന്ന് താൻ എന്താണ് ചെയ്യാൻ ശ്രമിക്കണമെന്ന് ചോദിക്കും. പുള്ളി പേടിച്ച് സ്തബ്ധനിബ്ധനായി നിൽക്കുമ്പോഴാണ് സെക്യൂരിറ്റിക്കാരൻ അങ്ങോട്ട് ഓടി വരുന്നത്. പെട്ടെന്ന് ഇയാൾ പെണ്ണിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ നോക്കും. സെക്യൂരിറ്റിക്കാരൻ ഡേവ് പിടിക്കാൻ വരുമ്പോൾ ഡേവിനിട്ടൊരു വെട്ടും കൊടുത്തിട്ട് ഇയാളെ ബോഡി പൊക്കിയെടുക്കാൻ നോക്കുക. പക്ഷെ 2 സെക്യൂരിറ്റിക്കാരുണ്ടല്ലോ, ഒരാളെ മുന്നിൽ നിന്നും പുറകിൽ നിന്നും ആ പൂപ്പനെ കീഴ്പ്പെടുത്തും. പിടിച്ചു കഴിഞ്ഞു, കെട്ടിക്കഴിഞ്ഞു. അപ്പൊ പുള്ളി നിലവിളിച്ച് പറയാണ്, ആ ബോഡി കത്തിച്ച് കളയണം, അതിനില്ലാതാക്കി കളയണം. ഞാൻ പറയുന്നത് കേൾക്കൂ, നിങ്ങൾ വലിയ തെറ്റാണ് ചെയ്യുന്നത്. അവളെ ഇല്ലാതാക്കണം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, അവൾ മരിച്ചിട്ടില്ല, ആ ബോഡിയിൽ ജീവനുണ്ട്. ഇല്ലാതാക്കി കളയ, അല്ലെങ്കിൽ വലിയ ആപത്താണ് എന്ന് അയാൾ വീണ്ടും വീണ്ടും പറയുന്നു. ഇവരേതോ പ്രാന്തനാന്ന് വിചാരിച്ച് പോലീസിനെ കൊണ്ട് ഏൽപ്പിക്കുന്നു. പോലീസുകാര് അയാളെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അത് കഴിയുമ്പോൾ എല്ലാം ശാന്തായി. നമ്മുടെ പെൺകുട്ടിയുടെ ബോഡി തിരിച്ചു കൊണ്ടുവന്ന് ഐസ് പെട്ടിക്കകത്ത് കയറ്റി വെക്കും. ഈ കയറ്റി വെച്ച ഉടനെ ആ ബോഡിക്ക് ഒരു അനക്കം ഉണ്ടാവുന്നുണ്ട്. ഇവൾക്ക് പേടിയാവും. പേടിച്ചുകൊണ്ട് തന്നെ ഇവള് ഡോർ അടച്ചിട്ട് കുറച്ചു ദൂരം മാറി നിൽക്കുക. മെല്ലെ ഡോർ തുറന്നു വരുന്നു. എന്താ ചെയ്യാ? ഭഗവാൻ, ഇതിനിപ്പോൾ എങ്ങനെ, എന്താണ് കുഴപ്പം? അവള് വീണ്ടും ആ ബോഡി വലിച്ചെടുത്തിട്ട് പണ്ടാരത് എന്താ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുക. കരിഞ്ഞിട്ടുണ്ട്, വെട്ടിയും കുത്തിയും കീറിയിട്ടുണ്ട്. എന്നിട്ട് ഈ ജന്തുവിന് എന്താണ് ഇത്ര പേടിപ്പിക്കുന്ന സ്വഭാവം? അപ്പോഴാണ് പഴയ കാമുകന്റെ കോള് വരുന്നത്. മേഘൻ, അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് കേട്ടു, ഞാൻ വരേണ്ട ആവശ്യമുണ്ടോ? ഇവള് പറയും, ഒരു കുഴപ്പമില്ല, ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നത് സോൾവ് ആയി, താൻ വരുമൊന്നും വേണ്ട, ഞാൻ ഓക്കെയാണ്. ഇവള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സാധനം അനങ്ങുന്നുണ്ട്. കോള് കട്ട് ചെയ്ത് തിരിയുമ്പോൾ അത് തല ഇങ്ങനെ മടക്കി തിരിച്ച് ഇവളെ നോക്കി കിടക്കുക. ഇതുപോലെയല്ലല്ലോ ആദ്യം കടന്നുകൊണ്ടിരുന്നു. പേടിച്ച് അവള് ചെന്ന് മെല്ലെ ഇതിന്റെ മോന്തയോട് അടുപ്പം വെച്ച് നോക്കുമ്പോൾ എന്ന ശബ്ദത്തിൽ ഇത് ശ്വാസം വലിയുന്നുണ്ട്. നമ്മളാണെങ്കിൽ ഒറ്റ ഓട്ടായിരിക്കും, പക്ഷെ ഇവൾക്ക് അത്ര പേടിയില്ലാത്തതുകൊണ്ട് അതിനെ വീണ്ടും പൊതിഞ്ഞ് പെട്ടിൻ്റെ ഉള്ളിൽ തള്ളി കയറ്റിയിട്ട് ഇവൾ ഓടി പുറത്തേക്ക് വരും. അപ്പോഴാണ് കൂട്ടുകാരി വരുന്നത്. ഞാൻ പേടിച്ച് ഡെഡ് ബോഡി കണ്ട് എന്ന് പറഞ്ഞ നാണക്കേടല്ലേ, എന്നാലും ഇത് പറയാതിരിക്കാനും പറ്റില്ല. അവള് പറയും, ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്കത് ഭ്രാന്താൻ തോന്നാം, എന്നാലും നടന്നത് സത്യമാണ്, എനിക്കങ്ങനെ തോന്നി. ഇന്ന് കൊണ്ടുവന്നൊരു ബോഡി ബ്രീത്ത് ചെയ്തു എന്റെ മുന്നിൽ വെച്ചിട്ട്, അതിനെന്താണ് അർത്ഥം? അത് കേട്ട് കൂട്ടുകാരി പറയും, ഡെഡ് ബോഡീസിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോൾ ലങ്സ് ചുരുങ്ങി അകത്തുള്ള എയർ പുറത്തേക്ക് വരാറുണ്ട്. അത് സാധാരണയാണ്. ഡീൻ ഈ കാര്യം നിന്നോട് പറഞ്ഞില്ല അല്ലേ? ഈ ഡെഡ് ബോഡീസിന്റെ ചില ബിഹേവിയർ ജീവനുള്ളവരുടെ പോലെയാണ്. അതിന് പിന്നിൽ ചില സയൻസും ഉണ്ട്. നീ അതൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. വായോ, നമുക്ക് ഒരുമിച്ച് കാപ്പി കുടിക്കാം, അത് കഴിഞ്ഞിട്ടാവട്ടെ ജോലി എന്ന് പറഞ്ഞ് ഇവർ ക്യാബിനിലേക്ക് വന്ന് കാപ്പി കുടിക്കുകയാണ്. അപ്പോഴാണ് ഡേവ് വരുന്നത്. അവന്റെ കൈക്കൊരു വെട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അത് കെട്ടിവെച്ചിട്ടുണ്ട്. അവൻ വന്നിട്ട് പറയും, ഒരു പോലീസുകാരൻ നിന്നെ കാണാൻ വന്നിട്ടുണ്ട്, മേഘൻ എന്ന്. അവളുടെ കാമുകനാണ്. ശരി, ഞാൻ പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് ഇവൾ ഇറങ്ങിപ്പോകും. കൂട്ടുകാരിയും അവളുടെ എന്തോ ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങിപ്പോകുന്നു. ഈ ഡേവിനെ അവിടെ കാവല് നിൽക്കാൻ പറഞ്ഞിട്ടാണ് ഇവർ പോവുക. ഈ സമയത്ത് നമ്മുടെ ഫ്രീസർ മെല്ലെ തുറന്നു വരുന്നുണ്ട്.
അപ്പോഴാണ് മേഘൻ കാമുകനെ കണ്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ടും എന്തിനാ നീ വന്നേന്ന് ചോദിക്കും. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് വന്നാ. ആ വിവരം കേട്ടപ്പോൾ നിന്നെ കാണാതിരിക്കാൻ തോന്നിയില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം വീട്ടിൽ നിന്ന് എടുത്ത സമയത്ത് ഒരു ബോട്ടിൽ സെനാക്സ് മിസ് ചെയ്തു. അതെവിടെയാണെന്ന് കാണാനില്ല, നീ എങ്ങാനും എടുത്തിട്ടുണ്ടോ എന്നയാൾ ചോദിക്കും. ഡിപ്രഷനുള്ള മരുന്നാന്ന് തോന്നുന്നുണ്ട്, ഞാനൊന്നും എടുത്ത് മാറ്റി വെച്ചിട്ടില്ല, നീ എന്നെ സംശയിക്കുകയാണ്, നിന്റെ ജോലി തന്നെയാണ്, ഈ കാര്യം എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെടും. അവനാണെങ്കിൽ ഞാൻ ചോദിച്ചിട്ടേ ഇല്ലാന്ന് വെച്ചോ, ദയവേത് എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴാണ് അവള് എനിക്ക് മറ്റൊരു സഹായം കൂടിയുണ്ട്, 1 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് ക്യാബിനിലേക്ക് തിരിച്ചു വരികയാണ്. ഇവള് തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്, എന്നാലും ദേഷ്യപ്പെട്ട് അഭിനയിക്കുന്നു. പിടികൊടുക്കാൻ പാടില്ല. തിരിച്ച് ക്യാബിനിലേക്ക് വന്ന പെണ്ണ് ഡേവിനോട് കുറച്ച് സമയം കൂടി കാത്തിരിക്കെ, എനിക്കൊരു ചെറിയ പണിയും കൂടിയുണ്ട്, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് കാമുകന്റെ അടുത്തേക്ക് പോകും എന്തൊക്കെയോ എടുത്തിട്ട്. അപ്പൊ ഡേവ് ആണെങ്കിൽ ഇവിടെ സമയം പോകാൻ വേണ്ടി പന്തൊക്കെ തട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോർഗിനകത്ത് നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുവാൻ. അപ്പൊ ഇവിടെ ഹീറോയിൻ കാമുകന്റെ അടുത്തേക്ക് വന്നിട്ട്, ഇതിപ്പോ കിട്ടിയൊരു ഡെഡ് ബോഡിയുടെ ഫിംഗർ പ്രിന്റ്സ് ആണ്, ഞാനിത് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യാൻ നോക്കിയപ്പോൾ മെഷീൻ ബ്രോക്കായി, ഫോട്ടോ എടുക്കാനും പറ്റിയില്ല, ഈ ബോഡിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരുമോ എന്ന് ചോദിക്കും. അയാളും ശരിയെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് മോർഗിനകത്തേക്ക് വന്ന നമ്മുടെ ഡേവ്, അവൻ എന്താണപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ശബ്ദം എന്ന് പറഞ്ഞ് ഹനയുടെ ബോഡി കിടത്തിയ ആ പെട്ടി തുറന്ന് നോക്കാണ്. പെട്ടെന്നുണ്ട് 2 കൈകൾ വന്ന് അവന്റെ മോന്തെ പിടിച്ചൊരൊറ്റ വലി അകത്തേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോകും. ഡോറ് ക്ലോസ് ആയി, ലൈറ്റ് അണഞ്ഞു. പിന്നെ എന്താ പറ്റിയെന്നറിയില്ല. ഹന തിരിച്ചു വരുമ്പോൾ മോർഗനകത്ത് എന്തൊക്കെയോ കച്ചപച്ച ഉണ്ടായതിന്റെ ശബ്ദം കേൾക്കാം. ഇവൾ അകത്ത് കയറി നോക്കുകയാണ്. ടേബിളിൽ ഉണ്ടായിരുന്ന മറ്റു ചില സാധനങ്ങളും താഴെ ചിതറിക്കിടപ്പുണ്ട്. ഡേവ് എങ്ങാനും പന്ത് തട്ടി കളിച്ചപ്പോൾ വീണതായിരിക്കും. അവൻ ലേശം കുറുമ്പനല്ലേ, എന്തേലുമൊക്കെ കാണിച്ചിട്ട് പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇവള് ബാത്റൂമിലേക്ക് പോകുന്നു. ഡേവിനെ കാണുന്നില്ല, എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കും തന്നെ കളിപ്പിക്കാൻ വേണ്ടി. എന്തെങ്കിലും ചെയ്യട്ടെ എന്നും പറഞ്ഞ് ഇവള് വന്ന് ബാത്റൂമിൽ ഇരുന്ന് കാമുകന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ബാത്റൂമിനകത്തേക്ക് ആരോ നടന്ന് കയറി വരുന്നതിന്റെ ശബ്ദം. ഒച്ചയൊന്നും വെക്കുന്നില്ല, കാലുകൾ നടക്കുന്ന ശബ്ദം മാത്രം കേൾക്കാം. ഇവള് ഡേവ് എന്ന് വിളിക്കും, ആരും മിണ്ടുന്നില്ല. അപ്പോഴാണ് ഒരു പന്ത്, ഇവൾ ഉണ്ടാക്കിയ പന്ത് ഇവളുടെ അടുത്തേക്ക് ഉരുണ്ട് വരാം. പുറത്തെ ടോയ്ലറ്റുകൾക്ക് അടിഭാഗം ഓട്ടയായിരിക്കുമല്ലോ. ഇവള് കുനിഞ്ഞു നോക്കവേ പെട്ടെന്ന് ഒരു കൈ വന്ന് ആ പന്തെടുത്തോണ്ട് പോകും. പേടിച്ച പെണ്ണ് 1 സെക്കൻഡ് പുറകിലേക്ക് മാറി മെല്ലെ ഡോറ് തുറന്ന് 2 ഭാഗത്തേക്ക് നോക്കുക, ആരുമില്ല. കൊയ്നൈ അരേ കൈസാരേ. അപ്പോഴാണ് കാമുകന്റെ കോള് വരാം. അവൻ പറയും, ഞാൻ ഫിംഗർ പ്രിന്റ് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു, ഹന ഗ്രേസ് എന്ന് പേരുള്ള പെൺകുട്ടിയുടേത് തന്നെയാണ് ആ ഫിംഗർ പ്രിന്റ്സ്. പക്ഷെ ഞങ്ങളുടെ കമ്പ്യൂട്ടറിലും എന്തോ ഗ്ലിച്ച് സംഭവിച്ചിട്ടുണ്ട്, അവളുടെ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നില്ല. 3 മാസം മുന്നേ ഈ പെൺകുട്ടി മരണപ്പെട്ടു, അതാണ് രേഖ. ഇത് കേട്ട് നമ്മുടെ പെണ്ണ് ഷോക്കാവും. 3 മാസം മുന്നേ മരണപ്പെട്ട പെൺകുട്ടിയോ? ആ ബോഡി ഇപ്പൊ എങ്ങനെയാണ് പോലീസുകാർക്ക് കണ്ടുകിട്ടിയത്? ഇവള് കമ്പ്യൂട്ടറിൽ ഈ ഹന്ന ഗ്രേസ് എന്ന പേര് എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കവേ എക്സോസിസം ചെയ്ത കാരണത്താൽ ഒരു പെൺകുട്ടി മരണപ്പെട്ടു എന്ന ന്യൂസ് ഉണ്ട് ഇവളുടെ പേരിൽ. സോ പൊസഷൻ, എക്സോസിസം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവളുടെ ശരീരം. ഇതിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയ നമ്മുടെ പെണ്ണ് ആ ബോഡി വീണ്ടും പുറത്തേക്ക് എടുത്തിട്ട് പരിശോധിക്കും. ആദ്യമൊന്നും മനസ്സിലാവില്ല, പക്ഷെ പെട്ടെന്നൊരു ചേഞ്ച് സംഭവിച്ചതായിട്ട് ഇവൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പെണ്ണിന്റെ ഇടുപ്പിന്റെ ഭാഗം, ആ ഭാഗത്ത് വലിയൊരു മുറിവുണ്ടായിരുന്നു, വെട്ടിക്കീറിയ മുറിവ്. അത് ഇവൾക്ക് ഓർമ്മയുണ്ട്, എന്നാൽ ഇപ്പം അത് കാണാനില്ല, അത് ഹീലായ പോലെ. ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്? ഇനി എനിക്ക് തോന്നുന്നതാണോ? ഇവള് നോക്കുമ്പോൾ മോർഗിനകത്ത് CCTV ഇല്ല, എന്നാൽ മോർഗിന്റെ വെളിയിലൊരു CCTV ഉണ്ട്. സെക്യൂരിറ്റിയുടെ അടുത്ത് വന്നിട്ട് ഇവള്, എനിക്ക് CCTV ആക്സസ് ചെയ്യാൻ പറ്റുമോ, ചെറിയൊരു ആവശ്യത്തിനാണ് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഇതാണ് അതിന്റെ ഡീറ്റെയിൽസ് എന്നും പറഞ്ഞ് ഒരു ഫയൽ എടുത്തു കൊടുക്കും. ഇവൾ ആ ഫയൽ വെച്ചിട്ട് അതിലെ ഡീറ്റെയിൽസ് പ്രകാരം CCTV ആക്സസ് ചെയ്യുന്നു ഇവളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട്. അതിൽ നോക്കവേ കുറച്ച് സമയങ്ങൾക്ക് മുന്നേ ഇവള് മോർഗിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് ക്യാമറ ഗ്ലിച്ച് ആവുന്ന സമയം ഒരു രൂപം അതിനകത്ത് കയറി വരുന്നുണ്ട്, നിലത്തൂടെ എഴഞ്ഞു പോകുന്ന പോലെ. ചെറുതായിട്ട് ഒരു ഷാഡോ ആയിട്ട് തോന്നുള്ളൂ. ഇത് കണ്ട് പേടിച്ചവള് പെട്ടെന്ന് ഓടി വന്ന് തന്റെ കയ്യിലുള്ള ആ സെഡേഷൻ മരുന്നെടുത്ത് കഴിക്കാന്ന് വിചാരിക്കും. ഇതെല്ലാം തോന്നലാണ്, തനിക്കെന്തോ മാനസിക കുഴപ്പം പറ്റുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അല്ല, അത് ശരിക്കും തന്നെ ഉള്ളതാണ്. ഇത് കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ ആ മരുന്ന് താഴെ വെച്ച് തന്റെ കൂട്ടുകാരിയെ വീണ്ടും വന്ന് വിളിക്കുന്നു. നിനക്കൊരു കാര്യം കാണിച്ചു തരാനുണ്ട്, എന്റെ കൂടെ വായോ എന്ന് പറഞ്ഞ് ഇവള് വിളിച്ചുകൊണ്ട് പോയി CCTVയിൽ കണ്ട ആ രൂപം കാണിച്ചു കൊടുക്കും. നീ ഇത് കണ്ടോ? ഒരു രൂപം ഇഴഞ്ഞു പോകുന്നു, ഞാൻ കണ്ടത് സത്യമാണ്, ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എന്നാൽ രൂപം കണ്ട കൂട്ടുകാരി, എനിക്കതൊരു ഷാഡോ ആയിട്ട് തോന്നണം, അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, നീ എന്താ അങ്ങനെ വിചാരിക്കുന്നത്? അപ്പോഴാണ് കൂട്ടുകാരി ഹീറോയിന്റെ ബാഗിനടുത്ത് ഈ സെനോക്സ് കുളികകൾ ഇരിക്കുന്നത് കാണാം. നീ ഡ്രഗ്സ് എടുക്കുന്നുണ്ടോ? എന്നിട്ട് എന്നോട് പറഞ്ഞത് നീ ഡ്രഗ്സ് കഴിക്കുന്നില്ല എന്നല്ലേ, അല്ലെങ്കിൽ തന്നെ നിന്റെ മാനസിക നില തകരാറിലാണ്. എന്നിട്ട് നീ ഇതെടുത്ത് വീണ്ടും കുഴപ്പത്തിലായി ഒരു മനോരോഗിയായിട്ട് മാറാൻ വേണ്ടിയിട്ടാണോ ശ്രമിക്കുന്നത്?
നിന്നെ ഞാൻ ഒരുപാട് സഹായിച്ചില്ലേ, ഒരിക്കലും നിന്നെ ഞാൻ കൈയൊഴിഞ്ഞില്ല. എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലിക്കെങ്കിലും നിന്നെ കയറ്റിയത്. എന്നാൽ ഇപ്പോൾ നിന്റെ ഹാലൂസിനേഷനുകൾക്കെല്ലാം നീ ഒരു വഴി കണ്ടുപിടിക്കുകയാണ്, ഒരു റീസൺ തേടുകയാണ്. അതാണ് നിന്റെ ബ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്. ഈ കോപ്രായങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് വീട്ടിൽ ചെന്ന് റെസ്റ്റ് ചെയ്യ്. ഇന്ന് രാത്രി നീ ഇവിടെ നിൽക്കണ്ട, ഞാൻ മറ്റാരെങ്കിലും ജോലിക്ക് വിടാം, നീ വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് കൂട്ടുകാരി ടെൻഷനായി ദേഷ്യപ്പെട്ട് അവിടുന്ന് ഇറങ്ങി വരും. എന്തായാലും ടെൻഷനായല്ലോ, ഒരു സിഗരറ്റ് വലിച്ചു കളയാന്ന് പറഞ്ഞ് ഇവള് സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അതാണല്ലോ ഒഴിഞ്ഞ ഭാഗം, അകത്തേക്ക് പുക പോകൂല. അവിടുന്ന് സിഗരറ്റ് വലിക്കാൻ കൊളുത്താൻ നേരത്താണ് കയ്യിലേക്ക് ഒരിറ്റ് രക്തം വന്ന് വീഴുന്നു. മുകളിലേക്ക് നോക്കുമ്പോൾ ഡേവിന്റെ രൂപം കാണാം. ഡേവ്, നീ അവിടെ എന്തെടുക്കുക, നിനക്ക് എന്താടാ പറ്റിയേ എന്ന് ചോദിച്ചിട്ട് ഇവള് മുകളിലേക്ക് ചെല്ലും. മോളിൽ ചെന്ന് സ്റ്റെയർ കേസിനടി നോക്കുമ്പോൾ വായൊക്കെ പിളർന്ന് ഒടിഞ്ഞു തൂങ്ങിയ ഡേവിന്റെ രൂപം. അടുത്ത സെക്കൻഡ് തറയുന്നൊരു എല്ലൊട്ടിയ ശരീരം വായും പൊളിച്ചവളുടെ നേരേക്ക് വരുന്നുണ്ട്. പേടിച്ച പെണ്ണ് പുറത്തേക്ക് ഇറങ്ങി സ്റ്റെയർ കേസിൽ കൂടെ മുകളിലേക്ക് ഓടും. ഈ സാധനവും പുറകെ സ്പൈഡർമാനെ പോലെ പിടിച്ചു തൂങ്ങി വരുന്നുണ്ട്. ഇവൾ ഓടി ഓടി ബിൽഡിങ്ങിന്റെ ഏറ്റവും മണ്ടയിലേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെ നിന്ന് ഓടാൻ സ്ഥലമില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിൽക്കുമ്പോഴാണ് ഈ രൂപം ദൂരെ നിന്ന് ഇവളെ പൊക്കിയെടുക്കുന്നത്. അതിങ്ങനെ അടുത്തേക്ക് വരുന്നുണ്ട്. ഓരോ തവണ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ മുഖത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പെണ്ണിന്റെ 2 കൈകളും പുറകിലേക്ക് മടങ്ങി തൂങ്ങി ഒടിഞ്ഞ് ചുളുങ്ങി അവൾ മരണപ്പെടും. ടിങ് എന്ന് മണിയടിച്ച് ആ സമയത്ത് താഴെ ഇൻടേക്ക് ബേ പുതിയ ബോഡി വന്നിരിക്കുന്നു. പോയി നോക്കുമ്പോൾ ഇപ്പോഴും നേരത്തെ വന്ന അതേ ചെങ്ങായി പോലീസ് ഒറ്റ ആളേ ഉള്ളൂ. ഇത്തവണയും എന്നെ സഹായിക്കോ സുഹൃത്തേന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കൊച്ചു പറയും, എനിക്ക് വയ്യ നിന്നെ സഹായിക്കാൻ, ഒരു തവണ സഹായിച്ചിട്ട് തന്നെ ഞാൻ അകപ്പെട്ട് കിടക്കുക. അത് കേട്ടാ പോലീസുകാരൻ, എന്ത് പറ്റിയേ, എന്നോട് പറയും, നിന്നോട് പറഞ്ഞാലും നീ വിശ്വസിക്കാൻ പോകുന്നില്ല, ഒന്ന് ശ്രമിച്ചു നോക്കടോ, ഒന്ന് പറഞ്ഞു നോക്ക, എന്നാലല്ലേ അറിയൂ എന്നാ വാന്നും പറഞ്ഞ് ഇവള് വിളിച്ചോണ്ട് പോയി ആ ബോഡി കാണിച്ചു കൊടുക്കും. ഈ ബോഡിയിൽ അരഭാഗത്ത് വലിയൊരു മുറിവുണ്ടായിരുന്നു താൻ കൊണ്ടുവരുമ്പോൾ. ഇപ്പം അത് കാണുന്നില്ല. എന്താ സംഭവിച്ചത്? അത് കേട്ട് ആ പോലീസുകാരൻ ചോദിക്കും, താൻ ഫോട്ടോ എടുത്തില്ലേ, അതിലുണ്ടാവണമല്ലോ, ഫോട്ടോസ് എവിടെയും ചോദിക്കും. ഇവള് പറയും, ഞാൻ ഫോട്ടോ എടുക്കാൻ നേരം ആ സ്കാനർ ബ്രേക്കായി, ഒന്നും ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇവളുടെ ഫിംഗർ പ്രിന്റ് മാത്രം കളക്ട് ചെയ്ത് എന്റെ ഒരു കൂട്ടുകാരൻ പോലീസിന് അയച്ചു കൊടുത്ത് ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞത് ഈ പെൺകുട്ടി മരിച്ചിട്ട് 3 മാസമായി എന്നാണ്. 3 മാസമായ ബോഡി അതിപ്പോ ഹീലാവുന്നുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് കേട്ട ആ പോലീസുകാരൻ ആദ്യം ഇവൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് വിചാരിക്കുക. മേഗൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്തുകൊണ്ടാണ് രാത്രി ഇവിടെ ജോലി ചെയ്യുന്നത്? നിന്റെ ലൈഫിൽ എന്തോ നടന്നിട്ടുണ്ടല്ലേ, എന്നോട് പറയണ്ട. പക്ഷെ നിന്നെ കാണുമ്പോൾ എനിക്ക് എന്നെയാണ് ഓർമ്മ വരുന്നത്. എന്റെ ലൈഫിൽ ഒരുപാട് മോശപ്പെട്ട അവസ്ഥകളുണ്ടായി. ഞാൻ അതിലൂടെ കടന്നുപോയി. എന്റെ മനസ്സിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. പലതരം ചിന്തകൾ വന്നിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് നീ ഇപ്പോൾ ഉള്ളത്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ മനസ്സിനെ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നിന്റെ മൈൻഡ് നീ കൺട്രോളിൽ കൊണ്ടുവരണം. എനിക്കെന്താ സംഭവിച്ചെന്നറിയോ? അയാൾ തന്റെ മോന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഇവനാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്നത്. ഞാനൊരു സ്ഥിര മദ്യപാനിയായിരുന്നു, വലിയ അഡിക്റ്റ് ആയിരുന്നു. എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കേണ്ടതാണ്. ഒരുപാട് സ്ത്രീകളുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. പക്ഷെ ഇവൻ ഒരാൾ കാരണം ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇവൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ആ പെൺകുട്ടിയുടെ ബോഡി തനിയെ ഹീലാവുന്നുണ്ട്. ഭ്രാന്തൻ. അവൻ പറയും, ഞാൻ എന്നിൽ നിന്നെ കാണുന്നു, നിന്നിൽ എന്നെ കാണും. നമ്മൾ രണ്ടും ഒന്ന് വാങ്ങി തിന്ന ബന്ന്. ഇതെല്ലാം ഒരു തോന്നലാണ് കുഞ്ഞെ. നിനക്ക് എന്ത് സംസാരിക്കണമെങ്കിലും ഒരു കൂട്ടുകാരനായിട്ട് ഞാനുണ്ട്. എന്നാ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞു അവൻ കമ്പനി അടിച്ച് ഇറങ്ങിപ്പോകും. അത് കഴിയുമ്പോൾ മനസ്താപം തോന്നിയ നമ്മുടെ പെണ്ണ് അവളുടെ കാമുകനെ വിളിച്ചിട്ട്, ഞാനാണ് നിന്റെ മരുന്നെടുത്തത്, എനിക്ക് ഡിപ്രഷൻ ഉണ്ടായി, ആൻസൈറ്റി ഉണ്ടായി, അപ്പൊ ഈ മരുന്ന് വേണമെന്ന് തോന്നി, എന്നാൽ ഞാനത് ഉപയോഗിച്ചിട്ടില്ല. ഇനി എനിക്ക് കള്ളം പറയാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ ഈ സത്യം പറഞ്ഞു. നാളെ നീ വരുവാണെങ്കിൽ ഞാൻ ആ മരുന്ന് നിനക്ക് തരാം. വേറെയും ചില കാര്യങ്ങൾ നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട്. ഇങ്ങനെ അവള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ 8 സ്വരൂപം ഞൊണ്ടി നടന്നു പോകുന്നുണ്ട്. ഇവള് തിരിഞ്ഞു വരവേ തനിയെ ലിഫ്റ്റ് അടച്ച് താഴത്തേക്ക് പോവാ. ആരുമില്ലാത്തൊരു പ്രദേശത്ത് നിന്നും ലിഫ്റ്റ് തനിയെ ഓപ്പണായി താഴത്തേക്ക് പോകുന്നു. അതെങ്ങനെ സംഭവിച്ചു? ഈ സമയത്ത് ബോഡി കൊടുത്ത പോലീസുകാരൻ വണ്ടി എടുത്ത് തിരിച്ചു പോകവേ വണ്ടി എന്തിനോ ഇടിക്കുന്നുണ്ട് ടിടിന്നും പറഞ്ഞു. ആരെയും ഒന്നിനെയും കാണാനുമില്ല. എന്തിലോ കേറ്റിന്ന് വിചാരിച്ചിട്ട് പോലീസുകാരനെ ഇറങ്ങി വണ്ടിക്കടിയിലേക്ക് നോക്കുകയാണ്. ഒന്നിനെയും കാണുന്നില്ല. ഈ സമയം ഈ ലിഫ്റ്റ് എങ്ങനെയാണ് തുറന്നതെന്നറിയാൻ വേണ്ടി സംശയം തോന്നിയ നമ്മുടെ പെണ്ണ് വീണ്ടും CCTV പരിശോധിച്ച് നോക്കവേ ഒരു കാലതിൽ കാണാം. അന്തനേരത്തിലെ താഴെ പോലീസുകാരൻ ടോർച്ചടിച്ച് ആരാണേന്ന് നോക്കുമ്പോ കരിഞ്ഞുണങ്ങിയ ഒരു രൂപം ഏന്നും പറഞ്ഞ് അവനെ പിടിക്കാൻ വരികയാണ്. ഓടുവാണ് നമ്മുടെ ആൾ. ഇവിടെ നല്ല എല്ലൊട്ടിയൊരു പ്രേതം. ശരിക്കും രൂപം അത് കാണാം അവൾക്ക്. അവൾ ഓടി ലിഫ്റ്റിൽ കയറി താഴത്തേക്ക് വരികയാണ്. ഈ പോലീസുകാരൻ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പോലീസുകാരൻ ആ സാധനം കഴുത്തൊടിച്ച് ചോര ചീറ്റി കൊന്നുകൊണ്ടിരിക്കാവും. ഇവൾ ഓടി വരുമ്പോഴേക്കും സംഭവെല്ലാം കഴിഞ്ഞു. ഇവള് പോലീസുകാരാന്ന് വിളിച്ച് നടക്കുമ്പോഴാണ് മൂലയ്ക്ക് വണ്ടിയുടെ മറവിൽ ചങ്ക് പറഞ്ഞ അവസ്ഥയിൽ ആ പോലീസുകാരൻ ചത്തടക്കുന്ന കാണും. പെണ്ണ് പേടിച്ചരണ്ട് നിൽക്കുമ്പോഴാണ് അവൾക്കൊരു ഫോൺ കോളും വരുന്നത്. നേരത്തെ ഒരു അപ്പൂപ്പനെ പിടിച്ചോണ്ട് പോയില്ലേ, ആ ബോഡി കത്തിച്ചു കളയണമെന്ന് പറഞ്ഞത്. അയാളെ പിടിച്ചോണ്ട് പോയ പോലീസുകാരെയും കൊന്നിട്ട് വണ്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടി. നീ കെയർഫുൾ ആയിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞിട്ടായിരിക്കും കാമുകന്റെ കോള്. ഇത് അവള് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ അപ്പൂപ്പൻ പുറകിൽ നിന്ന് ഇവളെ പിടിക്കുന്നുണ്ട്. അയാളുടെ കയ്യിൽ
തോക്കും ഉണ്ടാവും. ഇവളെ പിടിച്ചെടുത്തുകൊണ്ട് മോർഗിലേക്ക് കൊണ്ടുപോകുന്നു. ബോഡി പുറത്തേക്ക് എടുക്കാൻ പറയും. ബോഡി പുറത്തേക്ക് എടുക്കവേ കുറേ ഭാഗം ഹീലായിട്ടുണ്ട്. നീ കണ്ടില്ലേ, ഈ ബോഡി സ്വയം റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യരെ കൊല്ലുമ്പോഴും അവളുടെ ബോഡി റിക്കവർ ആയിക്കൊണ്ടേയിരിക്കും. ഒരാളെ കൊന്നു കഴിഞ്ഞിട്ട് അവൾ റെസ്റ്റ് ചെയ്യും. കുറച്ചു കഴിഞ്ഞ് വീണ്ടും കൊല്ലും. പക്ഷെ എന്തുകൊണ്ട് അവൾ നിന്നെ മാത്രം കൊന്നിട്ടില്ല? ആ സംശയം നമുക്കുണ്ടായ പോലെ തന്നെ ഈ അപ്പൂപ്പനും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇവള് കൈ ഉയർത്തി ആ ഗണ്ണി തൊട്ടിട്ട് പറയും, ഞാനിപ്പോ നിങ്ങൾ പറയുന്നെല്ലാം വിശ്വസിക്കുന്നു. ആ തോക്ക് മാറ്റിവെക്കൂ. എന്താണ് സംഭവിച്ചത് എന്നോട് പറയൂ. അപ്പൊ അപ്പം പറയും, ഈ പെണ്ണിനകത്ത് പേയുണ്ട്, വലിയ മുഴുത്ത പേയ്. പള്ളി എന്നോട് പറഞ്ഞതാണ് ഇവളെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പോവാൻ. പക്ഷെ എന്റെ മകളെ, എന്റെ ഒറ്റ മോളെ ഇട്ടെറിഞ്ഞു പോകാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അത് കേട്ട് ഹീറോയിൻ ഷോക്കാവും. ഈ പെൺകുട്ടി നിങ്ങളുടെ മകളായിരുന്നു. അപ്പൊ അപ്പൻ, അതെ, എന്റെ മകൾ ഡിപ്രഷനിലായിരുന്നു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല, അവൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ മാറ്റാൻ ഏതോ ഒരു മന്ത്രവാദി പറഞ്ഞു കൊടുത്ത ചില ക്രിയകളൊക്കെ ഇങ്ങേര് ചെയ്തു. എന്നിട്ട് അവൾക്ക് ഗുണപ്പെട്ടു. അവൾ പഴയതുപോലെ ചുറുക്കുള്ള കുട്ടിയായിരുന്നു. എന്നാൽ അവളുടെ അകത്തേക്ക് കയറിയത് ആ സാത്താൻ മെല്ലെ അതിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങി. അങ്ങനെയാണ് അവളുടെ കണ്ണിന്റെ നിറം മാറിയത്. അത് ഡീമന്റെ മാർക്കാണ്. പൂർണ്ണ ബോധം നഷ്ടപ്പെട്ട് അവൾ ആൾക്കാരെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴാണ് അപ്പം പെണ്ണിനെ പിടിച്ചു കെട്ടി പലവിധമായ എക്സോസിസം ചെയ്ത് നോക്കിയത്. പക്ഷെ ഒന്നിലും അവൾ ഗുണപ്പെട്ടില്ല. അവസാനത്തെ ഒരു അറ്റംപ്റ്റ്, അതാണ് സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടത്. അതിലവൾ മൂത്തച്ഛനെ കൊന്നുകളഞ്ഞു. വേറെയും 4 പേരെ കൊന്നിട്ടുണ്ട്. ഇനിയും മരണങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം അപ്പൻ തന്നെ ആ പെൺകുട്ടിയെ കൊന്നു കളയാണ് ചെയ്തത്. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ജീവിതങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു. എന്നാൽ പെണ്ണ് മരിച്ചു എന്ന് വിചാരിച്ച ഞങ്ങൾക്ക് തെറ്റിപ്പോയി. പിറ്റേന്ന് ഇവളെ കുഴിച്ചു മൂടാൻ നോക്കിയപ്പോ ആ ബോഡി മോർച്ചറിയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി. അന്ന് 4 പേരെയാണ്, മോർച്ചറിയിലുണ്ടായിരുന്ന 4 പേരെയാണ് അവൾ കൊന്നുകളഞ്ഞത്. അവിടുന്ന് അപ്പൻ വിടാതെ ഈ ബോഡി കണ്ടുപിടിച്ച് അതിനെ വെട്ടിക്കീറി കത്തിക്കാൻ നോക്കി. അപ്പോഴാണ് പോലീസുകാരുടെ കണ്ണിൽ പെടുന്നത്. ഇയാൾ ബോഡി ഇട്ടിട്ട് അവിടുന്ന് ഓടിപ്പോയി. ആ ബോഡി അങ്ങനെ ഹീറോയിന്റെ ആശുപത്രിയിലേക്ക് വരുന്നു. ഇതിനെ കത്തിച്ചു കളയുക മാത്രമേ മാർഗമുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും ഈ സാത്താൻ റീബിൽഡ് ചെയ്തു വരും. എത്രയും പെട്ടെന്ന് നമുക്കിത് കത്തിക്കണമെന്ന് പറഞ്ഞ് ഇവര് തീ മെഷീനിലേക്ക് കൊണ്ടുവരികയാണ് ആ ബോഡിനെ. മെഷീൻ ഓണാക്കി അതിനകത്തേക്ക് എടുത്തു വെക്കാൻ നിൽക്കുമ്പോഴാണ് പെണ്ണിന്റെ കണ്ണുകൾ അനങ്ങാൻ തുടങ്ങുക. ഇവരെ വിചാരം ഇപ്പോഴും അത് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ ബോഡി ഹീറോയിനെ ചവിട്ടി തെറിപ്പിച്ചിട്ട് ഈ അപ്പനെ പിടിച്ച്, എന്നെയാണോടാ കരിക്കാൻ നോക്കുന്നത്, നീ ആദ്യം കരിഞ്ഞു പോടാന്നും പറഞ്ഞ് വായും പളർന്ന് അപ്പനെ തീനകത്തേക്ക് തള്ളിയിടും. നമ്മുടെ പെണ്ണ് അവിടുന്ന് ജീവനും കൊണ്ട് ഓടുകയാണ്. അവൾക്ക് വേറെ വഴിയില്ല. അവൾ ഓടിപ്പോയി ലിഫ്റ്റിനകത്തേക്ക് കയറിയിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് രക്ഷപ്പെട്ടു വരികയാണ്. ഈ സമയത്തായിരിക്കും നമ്മുടെ കാമുകൻ അവസാനത്തെ പോലീസുകാരന്റെ വിളിയും കേട്ടിട്ട് അയാളെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി ആശുപത്രിയിലേക്ക് വന്നിരിക്കുക. പുള്ളി മരിച്ചിടക്കുന്ന കണ്ട് ഇങ്ങേര് പോലീസിനെ ബാക്കപ്പിന് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് രക്ഷപ്പെടാൻ നോക്കിയ ഹീറോയിനെ ഈ ജന്തു മോളിൽ കയറിയിരുന്ന് മുഖത്ത് കൈവച്ച് മയക്കി കിടത്തിയിട്ട് വലിച്ചെടുത്തുകൊണ്ട് പോകും. എന്തുകൊണ്ട് ഇവളെ കൊല്ലുന്നില്ല, മറ്റെന്തോ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലായിട്ടില്ല. അപ്പോഴാണ് പോലീസുകാരൻ കാമുകൻ അന്വേഷിച്ച് ഹോസ്പിറ്റലിനകത്തേക്ക് വരുന്നു. ഇവിടെ പെണ്ണ് കണ്ണ് തുറക്കുമ്പോൾ അവൾ ഈ ഐസ് പെട്ടിക്കകത്താണ്. അവൾക്ക് ചുറ്റും അവളുടെ കൂട്ടുകാരുടെ ബോഡി കോണായിട്ട് കിടക്കുന്ന കാണാം. കണ്ണും തള്ളി വായും പൊളിഞ്ഞു. ഈ സമയത്ത് പോലീസുകാരൻ ഗുണ്ട് സെക്യൂരിറ്റിനെ കണ്ടുമുട്ടും. ഇവിടെ എന്താ കറണ്ടൊന്നും ഇല്ലാത്ത, മേഘൻ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഗുണ്ട് സെക്യൂരിറ്റി പറയും, എനിക്ക് മനസ്സിലായിട്ടില്ല, ഇവിടെ എന്തോ കുഴപ്പമുണ്ട്, ഡേവിനെയും കാണാനില്ല, ഞാൻ അവൻ അന്വേഷിക്കായിരുന്നു എന്ന് അയാൾ പറയും. അപ്പോഴാണ് ഫ്രീസറിനകത്ത് കുടുങ്ങിപ്പോയ മേഘൻ ഫ്രീസറുടെ ഡോറും ചവിട്ടി പൊളിച്ചിട്ട് പുറത്തേക്ക് വന്ന് വീഴുക. അവളുടെ ശബ്ദം കേട്ട് കാമുകനും സെക്യൂരിറ്റി അങ്ങോട്ട് ഓടി വരും. അവളെ രക്ഷപ്പെടുത്തി എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന സമയം എട്ടുകാലിയെ പോലെ ഇത് ചുമരിൽ കൂടെ ചാവിത്താവി വരുന്നുണ്ട്. കാമുകിയും കാമുകനും നമ്മുടെ പ്രണയം രക്ഷപ്പെടട്ടെ എന്നും പറഞ്ഞ് ഓടിപ്പോകുമ്പോഴാണ് അവൻ ഗുണ്ടുവിന് ഓടാൻ പറ്റിയിട്ടില്ല. അയാളുടെ കഴുത്തി പിടിച്ച് വലിച്ചു മുറുക്കി കട്ട് ചെയ്ത് സെയ്ത്താൻ അതിനെ കൊന്നുകളഞ്ഞു. അയാളുടെ കഴുത്ത് കയറിയപ്പോൾ ഈ പെണ്ണിന്റെ കഴുത്ത് ഓക്കെയായി. പോലീസുകാരൻ ഇതിന് നേരെ തോക്ക് ചൂണ്ടി യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറയുമ്പോൾ മണ്ടം പോലീസ് ഞാൻ പ്രേതാടാ, തോക്ക് മാറ്റിപ്പോയി കുരിശു കൊണ്ടുവന്നും പറഞ്ഞിട്ട് ഈഗോ അടിച്ച പ്രേതം ആ പോലീസുകാരന്റെ 2 കൈയും വിരിച്ച് അവനെ ഏറി പറത്തി ഞെരിച്ചു കൊല്ലാൻ നോക്കും. ഉടനെ എൻ്റെ ചെക്കനെ തൊട്ടാ വിടിലടി എന്ന് പറഞ്ഞിട്ട്, പെണ്ണാവുമ്പോൾ കൂടുതൽ ദേഷ്യാവില്ലേ, എൻ്റെ ചെക്കനെ വിടടിയെന്നും പറഞ്ഞവള് പോലീസുകാരൻ്റെ ഗണ്ണ് വാങ്ങിച്ച പ്രേതത്തിന് ചറപറ ഷൂട്ട് ചെയ്യാണ്. അതിൽ ഉണ്ടയെല്ലാം തീരുന്നവരേക്കും ഇവള് ഇടാതെ ഷൂട്ട് ചെയ്യും. അവസാനം പ്രണയ നൈരാശ്യത്തിൽ മനംതൊന്ത പ്രേതം തോറ്റ് പിന്മാറി നിലത്തേക്ക് വീഴുന്നു. ഇവള് കാമുകനെ രക്ഷപ്പെടുത്തി ലിഫ്റ്റിൽ കയറ്റിയിട്ട്, നീ ചെന്ന ആൾക്കാരെ വിളിച്ചോണ്ട് വാ, ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിക്കോ, എനിക്ക് ജോലിയുണ്ട്, ഞാനത് തീർക്കാതെ വരുന്നില്ല, ഞാനോ പ്രേതമോ അത് ഇന്ന് തീരുമാനമാക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് BGM മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് നായിക സ്റ്റൈലായി ആ പ്രേതത്തിനെയും വലിച്ചെടുത്തോണ്ട് വരുവാണ്. ഇന്ന് പൊരിക്കോടി നിന്നെന്നും പറഞ്ഞു അതിന് തീയിലേക്ക് എടുത്തിട്ട് ചുടാൻ നേരം, ഞാൻ പോയാൽ നിന്നെയും കൊണ്ടുപോകൂടിയെന്നും പറഞ്ഞു ആ പ്രേതം ഇവളുടെ കഴുത്തിനെ പിടിച്ച് ഇവളെയും വലിക്കും. പക്ഷെ ഇവള് വിട്ടുകൊടുക്കില്ല. സെയ്ത്താനെ തൊലഞ്ഞു പോന്നും പറഞ്ഞു അവൾ ആ സാധനത്തിനെ തള്ളി ചവിട്ടി അടുപ്പത്ത് കയറ്റി നല്ല തീ കൂട്ടി വെക്കുകയാണ്. പൊരിഞ്ഞു വെന്തത് ഫ്രൈ ആയി. കഥ മർക്കയ സ്ഥല. എന്നിട്ട് ഇനി പ്രേതങ്ങളൊക്കെ വരുന്നടി ഓരോന്നായിട്ട്
എല്ലാത്തിനെയും പൊരിക്കുന്നും പറഞ്ഞവള് പന്തെടുത്ത് തട്ടിക്കളിക്കാൻ തുടങ്ങും. കുറച്ചു നേരം കഴിയുമ്പോഴാണ് പോലീസുകാരൊക്കെ വരുന്നത്. ബോഡികളെല്ലാവരും റിക്കവർ ചെയ്യും. ഇവളെയും പിടിച്ച് സമാധാനിപ്പിച്ചെടുത്തോണ്ട് പോകുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിക്കുകയാണ് പെണ്ണ്. ഇനി എൻ്റെ ദൗർബല്യത്തെ ആരും ചോദ്യം ചെയ്യരുത്. പാവം പറന്നുപോയ ഈച്ചനെയും തച്ചു വന്നിട്ട് നമ്മളെ മിരട്ടും. കൊല്ലോടെ കാണിച്ചു അമ്മ ഞാനല്ല എന്ന് പറയുമ്പോൾ അവിടെ വെച്ച് സിനിമ അവസാനിക്കും. ദ പൊസഷൻ ഓഫ് ഹന ഗ്രേസ്. സോ ഗൈസ്, എങ്ങനെയുണ്ട് സിനിമ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം വിലയേറിയ വോട്ടുകൾ കമന്റിലൂടെ രേഖപ്പെടുത്തൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ മൂവിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, it's bye from ഒരു കഥ